ഇനി രണ്ട്, ഞാൻ നേരത്തെ TV ചോദിച്ചൊരു ചോദ്യം ഇവിടെ ചോദിക്കാം. ശ്രീ ദിലീപിനെതിരെ കടുക് മണിയോളമെങ്കിലും തെളിവുണ്ട്? എനിക്ക് ശ്രീ ദിലീപിനോട് ഒരു വ്യക്തിപരമായ ബന്ധമില്ല. വല്ലപ്പോഴും കാണുമ്പോൾ ചിരിക്കും, പണ്ടിയ ഇന്റർവ്യൂ. എന്തെങ്കിലും കടുക് മണിയോളം തെളിവുണ്ടോ? കടുക് മണിയോളം തെളിവ് അതുകൊണ്ടൊക്കെ പിടിച്ചിടാമോ? ഞാൻ ശ്രീ ദിലീപിന്റെ ഒരു വരി പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരാം. ആ വിഷയം രണ്ടാമത്തെ കേസിലേക്ക് വരാം. ഒന്നാമത്തെ കേസിലേക്കല്ല കേട്ടോ. ഒന്നാമത്തെ കേസിലേക്ക് പറഞ്ഞുകൂടാത്തോണ്ടാണ് രണ്ടാമത്തെ കേസിലേക്ക് വരാം. ശ്രീ ദിലീപിനെതിരെ കടുകുമണിയോളം തെളിവില്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായി കാണുമല്ലോ. ഇനി മേൽക്കോടതികളിൽ പോകുമ്പോഴും ബോധ്യമാവും. അങ്ങനെ സുപ്രീം കോടതി നടക്കം വിധി വരുമ്പോ അത് ദിലീപ് ശക്തനായിട്ട് ജയിച്ചു എന്ന് പറയരുത്. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി, മന്ത്രിസഭ, പോലീസ്, മീഡിയ, പ്രോസിക്യൂഷൻ ഇവര് നിൽക്കുമ്പോഴും മറുഭാഗത്ത് ദിലീപ് അല്ല, ഒരു ധൈര്യമുള്ള വനിതാ ജഡ്ജി. ഇനി ഞങ്ങളടക്കമുള്ള ഭാവിയിലെ LLB സ്റ്റുഡൻസ് കണ്ടുപഠിക്കേണ്ട, വെച്ചു പൂജിക്കേണ്ടതാ ആ വനിതാ ജഡ്ജിയുടെ ധൈര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ആ വിധിയിൽ അവരൊരു വരി എഴുതിയിട്ടുണ്ട്, ഫിയറ്റ് ജസ്റ്റീഷ്യ റൂയറ്റ് കൊളം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ലോയിൽ പഠിക്കുന്നതാണെന്ന് പറഞ്ഞാൽ, ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ നീതി നടത്തും, അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടക്കും എന്ന് അവരുടെ വിധിന്യായത്തിലെ വാക്കാണ്, എൻ്റെ വാക്കല്ല. ഒരു ലീഗൽ പ്രിൻസിപ്പിളാണ്, അവരത് എഴുതി വെച്ചിട്ടുണ്ട്. ആ നട്ടലുള്ളൊരു വനിതാ ജഡ്ജി ഇല്ലായിരുന്നെങ്കിൽ മാധ്യമ സമ്മർദ്ദവും ഗവൺമെന്റ് സമ്മർദ്ദവും വഴി ശ്രീ ദിലീപ് അകത്ത് കിടക്കേണ്ടി വരുവായിരുന്നു.